ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്ന് പ്രധാനമന്ത്രി. സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രം നൽകും. പുനരധിവാസത്തിന് പണം തടസ്സമാകില്ല. സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കണമെന്നും പ്രധാനമന്ത്രി. ദുരന്തഭൂമിയിലൂടെ വയനാടിന്റെ നോവറിഞ്ഞ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. വെള്ളാർമലയിലും ചൂരൽമലയിലും ദുരിതം നേരിട്ടറിഞ്ഞു. ആശുപത്രിയിലും ദുരിതാശ്വാസ ക്യാമ്പിലും എത്തി പ്രധാനമന്ത്രി. സൂചിപ്പാറയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു. പുറത്തെത്തിച്ചത് 3 മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇന്നലത്തെ ജനകീയ തെരച്ചിൽ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് ഒരാഴ്ചയായിട്ടും രോഗ ഉറവിടം വ്യക്തമല്ല. സാമ്പിളുകൾ ഇനിയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചില്ല. ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 1 മരണം ഉൾപ്പെടെ 9 കേസുകൾ. സംസ്ഥാനത്ത് റബ്ബർ കർഷകർ ദുരിതത്തിൽ. റബ്ബർ ബോർഡിൽ നിന്നുള്ള സബ്സിഡി കുടിശ്ശിക ഇനിയും ലഭിച്ചില്ല. ഉൽപാദന തകർച്ചയും കർഷകരെ വലയ്ക്കുന്നു.